നമസ്കാരം, അൽഫിനാണ്. ഇവിടെ മലേഷ്യ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് പ്രത്യേകിച്ച് കോലാലംപൂരുള്ളവർ, ഫുഡിനെ ആശ്രയിക്കുന്ന ഒരു സ്പോട്ടുണ്ട്. അലി മജി എന്ന് പറയും, ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ അതായത് സൗത്ത് ഇന്ത്യൻ ഡിഷസും കാര്യങ്ങളും കൂടുതൽ കിട്ടുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. അവിടെ മലേഷ്യൻ ഫുഡും ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ട്, എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളതാണ്. അവിടെ എപ്പോഴും നല്ല തിരക്കാണ്, മാത്രമല്ല ഫുഡും അടിപൊളിയാണ്. പിന്നെ ഒരു കുഴപ്പമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്, സ്പൈസി ഫുഡ് ഇവിടെ കിട്ടൂല. ഇവിടെ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്വീറ്റ്നെസ് കഴിക്കുന്ന ആൾക്കാരാണ്. ഇൻഫാക്ട് ഇപ്പോൾ ദോശ മേടിച്ചാൽ പോലും അതിൽ പഞ്ചസാര ചേർത്താണ് അവർ തരുന്നത്. അതായത് പഞ്ചസാര അതിൻ്റെ നമ്മുടെ സൈഡിലെല്ലാം ഉണ്ടല്ലോ, അവിടെ എല്ലാം ഇട്ട് ഒരു ക്രിസ്പിനെസ് കൂടിയാണ് തരുന്നത്. എന്ത് ഫുഡാണെങ്കിലും അത് ചിക്കൻ കറിക്കകത്താണെങ്കിൽ പോലും തേനും കൂടെ ചേർത്തിട്ടുള്ള ഒരു മധുരമാണ്. ഒരു തവണ ഞാൻ അത് എടുക്കുകയും ചെയ്തു. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടില്ല, കാരണം നമുക്ക് കുറച്ച് സ്പൈസിയും കാര്യങ്ങളും വീട്ടാക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പൈസിക്ക് പകരം മധുരമാണ് കഴിക്കുന്നത്. എല്ലാ ഐറ്റംസും നല്ല ഹൈലി മധുരമുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഞാനിപ്പോൾ അതിന് അല്ലി മച്ചിലുള്ള അവരുടെ ഫുഡിൻ്റെയും കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് അലി മജി എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ ആഘോഷം. ഒത്തിരി പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റിംഗ് ഉള്ളതാണ്. ഇവിടെ നമുക്ക് ഒരു ടോക്കൺ ഉണ്ട്. ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പേയ്മെന്റ് ഒന്നും ചെയ്യണം. നമ്മൾ അവിടെ ചെന്ന് ഇരിക്കുന്ന ടൈമിൽ അവരൊരു ടോക്കൺ കൊണ്ടുപോകും. എന്നിട്ട് നമ്മളത് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചതിന് ശേഷം ആ ടോക്കണുമായിട്ട് ആ സിസ്റ്റത്തിൻ്റെ അവിടെ ബില്ല് ചെയ്യുന്നതിൻ്റെ അടുത്ത് പോയാൽ മതി. അവിടെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈസിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഹോട്ടലിനെ അപേക്ഷിച്ച് വളരെയധികം എന്താ പറയുക, ഒരു അഫോർഡബിലിറ്റി ഉണ്ട്. കൂടുതലും സൗത്ത് ഇന്ത്യൻ ഫുഡ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതും കൂടെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം നമ്മുടെ നോർമലി സൗത്ത് ഇന്ത്യൻ ഫുഡ് തപ്പി വരുന്നവരാണെങ്കിൽ ഇവിടെയാണ് വരുന്നത്. ഇത് ഇരിക്കുന്നതെല്ലാം പാവയ്ക്കായും വെണ്ടയ്ക്കായും എല്ലാം മസാലയ്ക്കകത്തിട്ട് വറുത്തെടുത്തതും അതുപോലെ പച്ചക്കായിട്ടുള്ള ഐറ്റം ഉണ്ട്. പിന്നെ കൂടുതലും ചിക്കൻ ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. ചിക്കൻ കറിയും ചിക്കൻ ഐറ്റംസും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ശരിക്കും വേവുന്ന ഐറ്റംസ്, അകത്ത് നല്ലപോലെ നല്ല ജ്യൂസി ടൈപ്പ് ആയിരിക്കും. പക്ഷെ ആ ഇരിക്കുന്ന ചിക്കൻ്റെ ഐറ്റം അത് മാത്രം അത്യാവശ്യം നല്ല വെന്തതായിരിക്കും, മസാല എല്ലാം പിടിച്ച്. പക്ഷെ ഇതിന്റെ എല്ലാം വരുന്ന പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ സ്പൈസി ആയിരിക്കത്തില്ല, ഒരു സ്വീറ്റ്നെസ് കാണും, എപ്പോഴും നല്ല മധുരം കാണും. അതുപോലെ തന്നെ ഈ ചിക്കൻ കറിയാണ്, പക്ഷെ ഇതിനകത്ത് തേൻ ചേർത്താണ്. ഇതിന് നല്ല മധുരമാണ്. ആക്ച്വലി ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാത്തിൻ്റെ അകത്ത് ഒരു മധുരം വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സലാഡുണ്ട്. ആ സലാഡ് അപ്പം അത് നമ്മൾ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ മേടിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഒരു മധുരമാണ്. ഇവിടെ എല്ലാത്തിൻ്റെ അകത്തും മധുരം ഇവർ ചേർക്കും. ഇത് ഒപ്പ പോലെ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ അവിടുന്ന് റൈസ് ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഏതാണോ നമുക്ക് വേണ്ടത് അത് നമ്മളെടുക്കുക. അവരപ്പോൾ അതിനനുസരിച്ചുള്ള ബില്ലിടും. ബില്ലിട്ട് വരുമ്പോൾ നമ്മളിവിടെ കഴിച്ച് കഴിഞ്ഞിട്ട് അടച്ചാൽ മതി. അതാണ് വരുന്നത്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസും ഉണ്ട്. ആ കാണുന്ന സൗത്ത് ഇന്ത്യൻ ഡിഷസും നോർത്ത് ഇന്ത്യൻ ഡിഷസും ഉണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മധുരം. നമ്മൾ നെയ് റോസ്റ്റ് മസാല ദോശ എല്ലാം മേടിച്ചായിരുന്നു. അപ്പോൾ ഇവർ ക്രിസ്മസ് കിട്ടാൻ വേണ്ടി അതിന്റെ അറ്റത്തായിട്ട് മധുരം, നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ അതിട്ടിട്ട് ഒരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടി, ഒരു മധുരം കിട്ടാൻ വേണ്ടി. ഇതിനൊന്നും എരിവില്ല. ഏറ്റവും എരിവുള്ള സാധനം മേടിച്ചാൽ ഇതിൻ്റെ അകത്തൊന്നും എരിവ് കാണത്തില്ല. പപ്പടം കെട്ടി വെച്ചിരിക്കുന്നു. ഇതെല്ലാം അഡീഷണൽ പ്രൈസ്. നമ്മൾ എത്രത്തോളം കഴിക്കാൻ പറ്റും അത്രത്തോളം കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അത് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലിഫ്റ്റിലാണ് ആക്ച്വലി. ഇപ്പം അലിമജിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റ്സും കാര്യത്തിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.